ഏകദേശം 700ഓളം മസിലുകൾ കൊണ്ട് നിറഞ്ഞ ശരീരവും 88 കിലോമീറ്റർ വേഗതയിൽ ഓടാനുള്ള കഴിവും ഒപ്പം സൗന്ദര്യവും ബുദ്ധിയും അനുഗ്രഹിച്ച് കിട്ടിയ ഭൂമിയിലെ അതിശയിപ്പിക്കുന്ന ജീവിവർഗമാണ് കുതിരകൾ. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുതിരകളെ പറ്റിയാണ് നോക്കുന്നത്. ഭൂമിയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജീവികളാണ് കുതിരകൾ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ ഒപ്പം കുതിരകളുണ്ട്. പണ്ട് പല യുദ്ധങ്ങളുടെയും വിധികൾ തീരുമാനിച്ചിരുന്നത് അവരുടെ കയ്യിലുള്ള കുതിരപ്പടകളായിരുന്നു. പല തരത്തിലുള്ള ജോലികൾ എളുപ്പത്തിലാക്കാൻ കുതിരകൾ മനുഷ്യനെ വളരെയധികം സഹായിച്ചു വരുന്നു. എക്വസ് ഫെർനസ് ക്യാബുലസ് എന്നാണ് കുതിരകളുടെ ശാസ്ത്രീയ നാമം. എക്വിഡേ ഫാമിലിയിൽപ്പെട്ടവരാണ് കുതിരകൾ. ഇവർ ഏകദേശം 25 മുതൽ 30 വർഷങ്ങൾ വരെ ജീവിച്ചിരിക്കും. ഏകദേശം 650 കിലോഗ്രാം വരെ ഭാരം കുതിരകൾക്ക് കണ്ടുവരാറുണ്ട്. ഇതിൽ തന്നെ ഡ്രാഫ്റ്റ് കുതിരകളിൽ 1000 കിലോഗ്രാം ഭാരം വരെ കാണാനാവും. വിവിധ തരത്തിലുള്ള കുതിര വിഭാഗങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് കാണാനാവും. ഇതിൽ തന്നെ വളരെയധികം കട്ടിയേറിയ ജോലികൾ ചെയ്യാൻ മനുഷ്യനെ സഹായിക്കുന്ന ഡ്രാഫ്റ്റ് കുതിരകൾ, യാത്രകൾക്കും മറ്റും ഉപയോഗിക്കുന്ന ലൈറ്റ് ഹോഴ്സസ്, വളരെയധികം ചെറിയ കുതിരകളായ പോണി കുതിരകൾ, ഇവയെല്ലാം പ്രശസ്തമായ കുതിര വിഭാഗങ്ങളാണ്. ഇതുകൂടാതെ തന്നെ മസ്റ്റാങ്, ഷയർ ഹോഴ്സ്, അമേരിക്കൻ ക്വാർട്ടർ ഹോഴ്സ്, അപ്പലൂസ, ഗാർണീസ്കോബ്, ഡച്ച് വാംബ്ലഡ് എന്നിവയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന കുതിര വിഭാഗങ്ങളാണ്. വളരെയധികം പ്രത്യേകതകളുള്ളവരാണ് കുതിരകൾ. കുതിരകളുടെ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും അവയുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. ചെവികളുടെയും വാലിൻ്റെയും പൊസിഷൻസ് മാറ്റിയാണ് ഇതിൽ പ്രധാനമായും ഇവർ ആശയവിനിമയം നടത്തുന്നത്. ഉദാഹരണത്തിന്, ഒരു കുതിര അതിൻ്റെ ചെവി പിറകിലേക്ക് വലിച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുതിര വളരെയധികം ഇറിറ്റേറ്റഡ് ആണെന്നാണ്. അതേസമയം അതേ ചെവികൾ മുന്നിലേക്കാണെങ്കിൽ കുതിരകൾ വളരെയധികം നല്ല മൂഡിൽ ആണെന്നാണ് അർത്ഥം. ഇത് ഇവരുടെ ക്യൂരിയോസിറ്റിയെയും കാണിക്കുന്നു. കൂടാതെ തന്നെ പല ശബ്ദങ്ങളും ആശയ കൈമാറ്റത്തിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നു. വളരെയധികം കാഴ്ചശക്തിയുള്ളവരാണ് കുതിരകൾ. 360 ഡിഗ്രിയിൽ എന്തിനേയും ഇവർക്ക് കാണാനാവും. എന്നാലും തലയുടെ നേരെ മുൻപിലും ശരീരത്തിൻ്റെ നേരെ പുറകിലും ഇവർക്ക് ബ്ലൈൻഡ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ കുതിരയെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം. തല തിരിക്കാതെ തന്നെ ചുറ്റുപാടും കാണാനുള്ളൊരു പ്രത്യേകതരം കഴിവും ഇവർക്കുണ്ട്. ഓർമ്മശക്തിയിലും കുതിരകൾ വളരെ മുൻപിലാണ്. കുതിരകൾക്ക് സ്ഥലങ്ങൾ, ചിത്രങ്ങൾ, തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനങ്ങൾ എന്നിവ വളരെ കൃത്യമായിട്ട് ഓർത്തെടുക്കാനാവും. ഇവരുടെ ഓർമ്മശക്തി ആനകളുടെ ബുദ്ധിയുമായി വളരെയധികം സാമ്യമുള്ളവയാണ്. ആനകളുടെ അടിപൊളി ജീവിതം എന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കുതിരകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർക്ക് നിന്നുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റും എന്നുള്ളത്. കുതിരകളിൽ സ്റ്റേ അപ്പാരറ്റസ് എന്നൊരു കഴിവുണ്ട്. അതായത് കുതിരകൾ ഉറങ്ങുമ്പോൾ അവരുടെ കാലുകൾ തൂൺ പോലെ മാറാതെ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് കുതിരകൾക്ക് നിന്നുകൊണ്ട് തന്നെ ഉറങ്ങാനാവും. എന്നിരുന്നാലും സാധാരണ മറ്റു മൃഗങ്ങളെപ്പോലെ തന്നെ കിടന്നുറങ്ങുവാനും കുതിരകൾക്കാവും. കുതിരകളുടെ വേഗത എല്ലാ കാലത്തും മനുഷ്യനെ അതിശയം കൊള്ളിപ്പിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ കൗതുകം കൊള്ളിപ്പിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യാത്രകൾക്കും യുദ്ധങ്ങൾക്കുമൊക്കെ കുതിരകളെ വളരെയധികം ഉപയോഗിച്ചു വരുന്നു. കുതിരകൾക്ക് സാധാരണ സവാരി ഓട്ടങ്ങളിൽ 45 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാനാവും. ഇതുതന്നെ മത്സര ഓട്ടങ്ങളിൽ 88 കിലോമീറ്റർ വേഗത വരെയിൽ ഇവർക്ക് ഓടാനാവും. കുതിര വിഭാഗങ്ങളെ തന്നെ അമേരിക്കൻ ക്വാർട്ടർ കുതിരകളാണ് 88 കിലോമീറ്റർ വേഗതയിൽ ഓടി റെക്കോർഡിട്ടത്. 4 മുതൽ 5 കിലോമീറ്റർ വരെ നിർത്താതെ ഓടാനുള്ള കഴിവ് കുതിരകൾക്കുണ്ട്. കുതിരകളുടെ ഈ ഒരു ഓട്ടത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മസിൽ പവറാണ്. ഏകദേശം 700 മസിലിൽ കൂടുതൽ കുതിരകളുടെ ശരീരത്തിലുണ്ട്. അവരുടെ ശരീരത്തിൻ്റെ 50% വെയിറ്റും ഈ മസിലുകളാണ്. ഇതിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള മസിലുകൾ തോളിലും പുറത്തും ശരീരത്തിൻ്റെ പുറകുവശത്തുമൊക്കെയാണ് കണ്ടുവരുന്നത്. അതായത് പുറകുവശം, തുടയുടെ ഭാഗങ്ങളിലൊക്കെയാണ് മാക്സിമം മസിൽസ് ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മസിലുകളെല്ലാം തന്നെ ഒരേ സമയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കുതിരകൾക്ക് വളരെ വേഗം ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നത്. ഒരുപാട് എവല്യൂഷനുകളുടെ ഭാഗമായാണ് കുതിരകൾക്ക് ഈ കഴിവുകൾ കൈവന്നത്. കാട്ടിൽ വളരെ വേഗത്തിൽ ഓടുന്നവർക്ക് മാത്രമേ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനാവൂ. അതുകൊണ്ട് തന്നെ വേഗത പരിണാമത്തിലൂടെ ഇവർക്ക് എത്തിച്ചേർന്ന ഒരു അനുഗ്രഹമാണ്. കുതിരകളുടെ ഹൃദയത്തിന് ഏകദേശം 4 മുതൽ 9 കിലോഗ്രാം വരെ ഭാരമുണ്ട്. ഇത്രയും വലിയൊരു ഹൃദയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വളരെ വേഗതയിൽ ഓടുമ്പോഴും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തചംക്രമണം കൃത്യമായി നടക്കുന്നത്.
കുതിരകളുടെ കാലിൻ്റെ ശക്തിയാണ് ഇന്ന് നമ്മൾ ആധുനിക മെഷീൻസിൽ കാണപ്പെടുന്ന ഹോഴ്സ് പവറിന് കാരണം. കുതിരകളുടെ കാലുകൾ കൃത്യമായ മസിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊണ്ട് മാത്രം നടക്കുന്നൊരു കാര്യമാണ്. എവല്യൂഷൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ ഒരു കാലിൻ്റെ പവർ ഇവർക്ക് ചേർന്നതാണ്. ഇന്ന് എല്ലാ തരത്തിലുള്ള ആധുനിക മെഷീൻസിലും ഹോഴ്സ് പവറിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് കാണാനാവും. കുതിരകൾ വളരെയധികം ശക്തരായതുകൊണ്ട് തന്നെ അവരുടെ ആഹാരത്തിലും ജീവിതത്തിലും അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇണക്കി വളർത്തുന്ന കുതിരകൾക്ക് കൃത്യമായ എക്സസൈസും സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങളും ഭക്ഷണങ്ങളും ഉണ്ടാവണം. പൊതുവെ ഇലകളും പുല്ലുകളുമൊക്കെയാണ് കുതിരകൾ ഭക്ഷണമാക്കുന്നത്. ചില കുതിരകൾക്ക് ആപ്പിൾ, ക്യാരറ്റ്, ഷുഗർ ക്യൂബ്സ് എന്നിവയും നൽകി വരാറുണ്ട്. ഒരു ദിവസം ശരാശരി 100 ലിറ്ററോളം വെള്ളം കുതിരകൾക്ക് ആവശ്യമായി വരും. ചൂട് കാലാവസ്ഥകളിൽ ജലത്തിൻ്റെ അളവ് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. കൃത്യമായ പരിചരണങ്ങളും കുളമ്പുകളുടെ വൃത്തിയാക്കലും ഇവർക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. തുറസായ സ്ഥലങ്ങളിൽ വളരാനാണ് കുതിരകൾക്ക് താല്പര്യം. ശരീരത്തിൻ്റെ എനർജി റിലീസ് ആവാൻ ഇതിവരെ സഹായിക്കുന്നുണ്ട്. ഭക്ഷണം കൃത്യമായി ദഹിക്കാനും വ്യായാമം വളരെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. കുതിരകൾക്ക് അവയുടെ മൂക്കിലൂടെ മാത്രമേ ശ്വസിക്കാനാവൂ. ഇതിന് കാരണം കുതിരകളുടെ ശരീരത്തിൻ്റെ ശ്വസന വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. നമ്മുടെ മനുഷ്യരുടെ മുടി നിർമ്മിക്കുന്ന കെരാറ്റിൻ കൊണ്ടാണ് കുതിരകളുടെ കുളമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടി വളരുന്നത് പോലെ തന്നെ ഇവരുടെ കുളമ്പുകളും വളർന്നുകൊണ്ടേയിരിക്കും. കൃത്യമായ ഇടവേളകളിൽ കുളമ്പുകൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. കുതിരകളുടെ പല്ലുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പല്ലുകൾ നോക്കി കുതിരകളുടെ പ്രായവും പറയാനാവും. ഇങ്ങനെ വളരെയധികം കഴിവുകളുള്ള ഒരു കലവറയാണ് കുതിരകൾ. കുതിരകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.